നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിങ് ഓടുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഒന്നാമത് അവരുടെ ഫീലിങ്സ് എന്താണ് നോക്കാം. ഇപ്പോഴത്തെ അവരുടെ കറണ്ട് ഫീലിങ്സ് ആൻഡ് അവരുടെ തോട്ട്സ് ആൻഡ് അവരുടെ ഇൻറ്റൻഷൻ, ആക്ഷൻ എന്തൊക്കെയായിരിക്കും നോക്കാം. അവരെന്താണ് ഈ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത്, മുന്നോട്ട് എന്താണ് ആക്ഷൻ എടുക്കാൻ സാധ്യത എന്നൊക്കെ നോക്കാം. ഓക്കെ, അവർ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, എടുക്കില്ലേ, എന്തായിരിക്കും അവരുടെ ആഗ്രഹം, എന്താണ് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് നോക്കാം. ഓക്കെ, നേരെ റീഡിങ്ങിലേക്ക് കിടക്കാം നമുക്ക്. ഈ റീഡിങ്സിലെ എനർജി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ചെറിയ നമ്മുടെ തോട്ട് കൊണ്ട് തന്നെ ചിലപ്പോൾ മാറ്റങ്ങൾ വരും. ഓക്കെ, പിന്നെ പുറമേ നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ അഫക്റ്റ് ചെയ്യും നമ്മുടെ എനർജിയെ. സോ ഇതിപ്പോഴത്തെ എനർജിയാണ്, കറണ്ട് എനർജിയാണ്. ഓക്കെ, ചില സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല. സോ നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ഓക്കെ, ഞാൻ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, അവരുടെ ഫീലിങ്സ് എന്താണ് ഇപ്പം നിങ്ങളോട്? ഓക്കെ, ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ ഒന്ന് എടുത്തായിരുന്നു. ഓക്കെ, അവർ എന്താണ്, അവർക്ക് ഈ റിലേഷനിൽ എന്താണ്, മുന്നോട്ട് എന്താണ് അവരുടെ ആഗ്രഹം, ഓക്കെ, ഇൻറ്റൻഷൻ എന്താണ് അവർക്ക്, എന്താണ് അവരുടെ ആഗ്രഹം എന്നാണ്. ഓക്കെ, ആൻഡ് ആക്ഷൻ എന്തെങ്കിലും എടുക്കുമോ അവർ, നോക്കാം. ആക്ഷൻ എന്തായിരിക്കും? വെരി ഗുഡ്. ബോട്ടം നോക്കാം, നമുക്കത് മതി അല്ലേ. ഓക്കെ, ഇവിടെ ആക്ച്വലി ഞാൻ കുറച്ചുകൂടി കാർഡ്സ് ഒക്കെ എടുക്കണം വിചാരിച്ചാണ്, പക്ഷെ ഓൾറെഡി ഇവിടെ എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയ പോലെ ഉണ്ട്. സോ ഇപ്പോൾ ഐ തിങ്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ ഫീലിങ്സ്, അവരുടെ ഫീലിങ്സ് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വന്നായിട്ട് കാണുന്നുണ്ട്. 5 വോൺസ് ആണ്, പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അത് നിങ്ങൾ മാത്രമല്ല, ഐ തിങ്ക് ആരോ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം. പുറമേയുള്ള സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികൾ കൂടി ഇൻവോൾവ് ആയിരിക്കാം. നിങ്ങൾ തമ്മിൽ നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാനോ എന്തെങ്കിലും തരത്തിൽ, ഓക്കെ, എന്തെങ്കിലും സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നായിട്ട് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ പേഴ്സൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം. ഇപ്പോൾ അവർ ഒരുപാട് ശരിക്കും ടെൻഷൻ അടിക്കുന്നുണ്ട് എന്ന് കാണാം. മേ ബി നിങ്ങളുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഇവിടെ 3 ഓഫ് ഇത് ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, എന്താണ് ഇവിടെ ഫീലിങ്സ് ഇപ്പോഴത്തെ? ഓക്കെ, 10 ഓഫ് കപ്സ് ആൻഡ് ദ ഫുൾ. ഇത് നേരത്തെ വന്നിരുന്നു ബോട്ടം, ഞാനൊരു നോട്ടം കണ്ടതാണ്. ഓക്കെ, സാറല്ലേ. അപ്പോൾ അവർക്ക് ശരിക്കും നിങ്ങളുമായിട്ട് ഓക്കെ, മജീഷ്യൻ കാർഡ് ഉണ്ട്. ഫീലിങ്സ് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ അവർ ഒരു വിഷമം അനുഭവിക്കുന്നുണ്ട്, ഒരു സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം. ഓക്കെ, പക്ഷെ ആ പ്രശ്നങ്ങൾ വന്നത് അവരെ കൂടി വേദനിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അവർക്കും ഒരു ടെൻഷനുണ്ട്, വിഷമമുണ്ട്, സ്ട്രെസ് ഉണ്ട് എന്നൊക്കെ പറയാം. ഓക്കെ, അവരെ വേദനിപ്പിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ. ആൻഡ് അവർ ഫീൽ ചെയ്യുന്നത് മജീഷ്യനാണ്. മജീഷ്യൻ എന്ന് പറയുമ്പോൾ അവർ ഈ കാര്യങ്ങൾ ബെറ്റർ ആക്കണം എന്നാണ് അവർ ആലോചിക്കുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബെറ്റർ ആക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ട്. ഓക്കെ, എന്ത് തന്നെ സിനാരിയോ ആയാലും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഒരു വഴക്ക് വന്നു, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ആയി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ആഗ്രഹം ശരിക്കും ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് അവർക്ക് നിങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു ഹാപ്പി സമയം വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. 10 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത സമയങ്ങളോ അല്ലെങ്കിൽ അതൊക്കെ ഓർക്കുന്നുണ്ട് അവർ, അത് വീണ്ടും തിരിച്ചു പിടിക്കണം. ഓക്കെ, മജീഷ്യൻ എന്ന് പറയുമ്പോൾ അവർ എല്ലാം അവർക്കൊന്ന് ബെറ്റർ ആക്കണം, ശരിയാക്കണം എന്ന് പറയില്ലേ, നമ്മൾ മാജിക് കാണിച്ച് എല്ലാം ഒന്ന് ശരിയായെങ്കിൽ എന്ന് പറയില്ലേ, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അവർ. ഓക്കെ, അഗെയിൻ ഐ തിങ്ക് ഇവിടെ ഒരു സെപ്പറേഷൻ്റെ ഒരു സമയമാണ്. മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞ് ഉടക്കോ ഇതോ വന്നിട്ടുണ്ടാവാം, നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടാവും. അവർ ബെറ്റർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫീലിങ്സ് അവർക്ക് കാണുന്നുണ്ട്. 10 ഓഫ് കപ്സ് ആണ്. സോ അത്രയും സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട് അവർ നിങ്ങളോട് എന്ന രീതിയിൽ, ഫാമിലി പോലെ കാണുന്നുണ്ട് നിങ്ങളെ. ഫാമിലി ഹാപ്പി ആയിട്ടൊരു ലൈഫ്, ഒരു നിങ്ങൾ തമ്മിൽ ഹാപ്പി ആയിട്ട് വേണം എന്ന രീതിയിലും പറയാം. ആൻഡ് 4 ഓഫ് സോർട്സ്, നമ്മൾ എന്തായിരുന്നു ചോദിച്ച ഇൻറ്റൻഷൻ, അവരെ മുന്നോട്ടുള്ള ആക്ഷൻ, സോറി, അവർക്ക് എന്താണ് ആഗ്രഹം എന്ന് അല്ലേ. ആഗ്രഹം എന്ന് പറയുമ്പോൾ അവർ സ്റ്റക്കാണ് അവർ. ഓക്കെ, ഹാങ്മാൻസ് പൊസിഷനാണ് എന്ന് വെച്ചാൽ അവർക്കൊന്നും ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ ഉണ്ടാവാം ഇപ്പോൾ.
നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഓക്കെ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള വരാൻ സാധിക്കുന്നുണ്ടാവില്ല. ഇപ്പം അവർ ഐ തിങ്ക് അവർ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും സെപ്പറേഷനിലായിരിക്കാം. ചിലപ്പോൾ അവർ റെസ്റ്റ് എടുക്കുന്നതായിരിക്കാം, ബ്രേക്ക് എടുത്തതായിരിക്കാം, ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കാം. കാരണം അവർ കാര്യങ്ങളെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ആലോചിക്കാൻ വേണ്ടി സമയം എടുക്കുന്നതായിരിക്കാം. ഓക്കെ അവർ വിചാരിക്കുന്നുണ്ടാവും ഈ കോൺഫ്ലിക്ട്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആലോചിച്ച് പോകില്ല, ഇത് മുന്നോട്ട് എന്താ ചെയ്യേണ്ടതിനെ, വേണോ നമുക്ക് കണ്ടിന്യൂ ചെയ്യണോ അതോ വേണ്ടേ എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ അപ്പോൾ ഒരു ഐ തിങ്ക് ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുന്ന ഒരു സമയം പോലെയാണ് കാണുന്ന. സെപ്പറേഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിൽ. പക്ഷേ അവർ ഇൻറ്റൻഷൻ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തന്നെയാണ്. ഓക്കെ എത്രയും വേഗം നിങ്ങളുടെ അടുത്ത് വരണം. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അവർ മിസ് ചെയ്തിട്ട് നിങ്ങളെ മിസ് ചെയ്ത് എത്രയും വേഗം ഇതൊക്കെ ഒന്ന് ശരിയാക്കണം. മജീഷ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇങ്ങനെ ഒന്ന് എന്താ പറയുക ഒരു വടി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയായി എന്ന് പറഞ്ഞ പോലെ അല്ലേ. അപ്പോൾ എനിക്ക് ആ ഒരു സ്പീഡ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് പെട്ടെന്ന് വരാനുള്ള ഒരു തോന്നൽ എനിക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെയും സെയിം കാണാണ്. നൈറ്റ് ഓഫ് സോൾട്സ് പറയുമ്പോൾ നമ്മൾ എടുത്ത് ചാടി എന്തെങ്കിലും പെട്ടെന്ന് വരിക എന്ന രീതിക്കാണ് പറയുക. ഓക്കെ ആൻഡ് ഇവിടെ ഫൂളും ഉണ്ട്. സോ അവർ ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. ഓക്കെ അവർ ആഗ്രഹം അതാണ്, ഇൻറ്റൻഷൻ അതാണ്, നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം വീണ്ടും ഉണ്ടാക്കണം എന്ന രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നുകൂടി ഇവിടെ അവരുടെ മനസ്സിൽ 9 of Wands. പക്ഷെ അവർക്ക് സ്ട്രെസ് ഉണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ. ഓക്കെ കിങ് ഓഫ് കപ്സ്. യെസ് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ട്. ഫീലിങ്സ് ഒരുപാടുണ്ട് അവർക്ക് നിങ്ങളോട്, സ്നേഹമുണ്ട്. ഓക്കെ പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രശ്നം വന്നത് അവർക്കൊരു അകൽച്ചയായിട്ട് തോന്നുന്നുണ്ട്. അവർക്കിപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒരു ടെൻഷനായിരിക്കാം. എനിക്ക് പേടിയാ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ ഒന്ന് ചിലപ്പോൾ നമ്മളൊരു അടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളൊന്ന് സംസാരിക്കാനുള്ള തോന്നില്ല അല്ലേ. തോന്നില്ല എന്നല്ല, സാധിക്കില്ല. ഓക്കെ നമ്മൾ പെട്ടെന്ന് ആ ഒരു നമ്മുടെ ഈഗോ കുറച്ച് വരും. പിന്നെ ചിന്തിക്കും ഞാൻ അങ്ങനെ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ തോറ്റ പോലെ ആവില്ല എന്ന ചില ചിന്തകളൊക്കെ ഉണ്ടാവാം. ഒരു അകൽച്ച വെക്കുന്നുണ്ട് ലേശം. പക്ഷെ അവർക്ക് ഫീലിങ്സ് അത്രത്തോളം ഉണ്ട്, സ്ട്രോങ് ആണ്. എനിക്കിത് വളരെ ഒരു പെട്ടെന്ന് അവർക്ക് വരാൻ തോന്നുന്ന ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക്. ഈ കാർഡ് കണ്ടപ്പോൾ തൊട്ടും ഇതും തന്നെ എനിക്ക് എന്തോ തോന്നുന്നത് അവർക്ക് വേഗം സമയം ഒന്ന് മാറി വരണം. അവർക്ക് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് അത്രത്തോളം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നൈറ്റ് ഓഫ് സോൾട്സും അത് തന്നെയാണ് പറയുന്നത്. പെട്ടെന്ന് അവർക്ക് വേഗം വരണം എന്ന് അവർക്കുണ്ട്, വേഗം പുതിയ തുടക്കം വരണം എന്നുണ്ട്. അപ്പം ശരി, പക്ഷേ യെസ് ഇപ്പം അവർ ബ്രേക്ക് എടുക്കുന്നുണ്ട്, ഒന്ന് ചിന്തിക്കാനുള്ള സമയം അവർ എടുക്കുന്നുണ്ട്. എന്നാലും അവർക്ക് വേഗം ആക്ഷൻ എടുക്കണം എന്നുമുണ്ട്. ആൻഡ് അഗെയിൻ ഇവിടെ നമ്മൾ ആക്ഷൻ്റെ കാര്യം ചോദിച്ചപ്പോഴും 7 of Cups ആണ്. അവർ മറ്റു കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടാവുക ഇതുവരെ. ഓക്കെ അവർക്ക് ലൈഫിൽ വേറെ കാര്യങ്ങളുണ്ടാവും. ജോലി ആവാം, വേറെ പേഴ്സൺ ആവാം, എന്തോ ആയിക്കോട്ടെ, ഫാമിലി ആവാം, ഫ്രണ്ട്സ് ആവാം, യാത്രകളാവാം, ജോലിയാവാം, എന്തോ ആവാം. ഓക്കെ അതിനൊക്കെ അവർ മുമ്പ് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ്. ഇവിടെ ഏസ് ഓഫ് സോർഡ്സ് ആണ്. ഓക്കെ അവർക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അവരുടെ മൈൻഡിൽ തന്നെ അവർക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ദാറ്റ് നിങ്ങൾ എത്രത്തോളം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത സന്തോഷമായ സമയങ്ങൾ അവർ മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് എത്രയും വേഗം അത് വേണമെന്നാണ് ഏസ് ഓഫ് സോർഡ്സ് പറയും. നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് കട്ട് ചെയ്ത് എന്താ പറയുക വെട്ടിത്തെളിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാൻ ആഗ്രഹിക്കുന്ന പോലെ നൈറ്റ് ഓഫ് സോർഡ്സ് ഞാൻ പറഞ്ഞു പെട്ടെന്ന് അവർക്ക് വരണമെന്നാണ്. ഒരു ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാവും. ഓക്കെ എല്ലാ ഓപ്ഷൻസിൻ്റെയും മേലെ അവർക്ക് നിങ്ങളെ അവർ ചൂസ് ചെയ്യും എന്ന രീതിക്ക് പറയാം. ഓക്കെ ആക്ഷൻ എന്താണ് അവരുടെ ഭാഗത്തുനിന്ന് ഒന്നുകൂടി കാഴ്ചപ്പെടുത്തിക്കാം. 2 of Wands കൺഫ്യൂഷൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. ജസ്റ്റിസ് ആൻഡ് 9 of Cups. യെസ് നിങ്ങൾ അവരുടെ വിഷമാണ്, നിങ്ങളെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ നിങ്ങളെയാണ് 4 of Wands മാരേജ്. ഹെർമിറ്റ് കുറച്ച് അവർ ആലോചനയുണ്ട്. പക്ഷേ യെസ് അവർക്കൊരു തീരുമാനം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ഗ്രോത്ത് ഇതിനെ റിലേഷൻഷിപ്പിനെ ഗ്രോ ചെയ്യണോ ഇനിയും എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. അവർക്ക് 9 of Cups നിങ്ങളാണ് അവരുടെ ഒരു ആഗ്രഹം, വിഷ് ഫുൾഫിൽമെൻറ്റ് എന്ന് പറഞ്ഞ പോലെ. ഓക്കെ അതവർക്ക് എത്രയും വേഗം അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന ആഗ്രഹമുണ്ട്. നിങ്ങളോട് ന്യായമായത് ചെയ്യണം എന്നുണ്ട് അവർക്ക്. ഓക്കെ പക്ഷേ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഓക്കെ അവരുടെ മൈൻഡ് കൺഫ്യൂസ്ഡ് ആണ്. തീരുമാനങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട്. അവർ കുറച്ച് ആലോചിച്ച് തീരുമാനിച്ച് വരും. ആൻഡ് ആക്ഷൻ എന്തായാലും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം നമുക്ക്. നിങ്ങളുടെ അടുത്തേക്ക് ഒരു ആക്ഷൻ നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ. ഓക്കെ നിങ്ങളെ ചൂസ് ചെയ്യുന്നു, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, ഒരു ആക്ഷനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. ചിലപ്പോൾ എന്താണ് വരിക എന്ന് ചോദിച്ചാൽ മെസ്സേജുകളായിരിക്കാം അറ്റ്ലീസ്റ്റ് ആദ്യം അല്ലേ. എന്താണ് ഇവരുടെ ഭാഗത്ത് നിന്ന്? ഇപ്പോൾ സെപ്പറേഷൻ ആണെങ്കിൽ ഒരു മെസ്സേജെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ എന്തായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് എന്താ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? ഹെർമിറ്റ് ആണ്. ഓക്കെ അപ്പോൾ തൽക്കാലം സൈലൻസ് ആണ്. പേജ് ഓഫ് കപ്സ്. ഓക്കെ മെസ്സേജിൻ്റെ കാര്യം സ്റ്റാർ ഹോപ്പ്. അപ്പോൾ നിങ്ങൾ ഹോപ്പ് ഗിവ് അപ്പ് ചെയ്യേണ്ട, അവർ വരും തീർച്ചയായിട്ടും. ഓക്കെ ഇപ്പം അവർ ലേശം ബ്രേക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ അത് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ അവർ വരും. ആദ്യം വരുന്നത് ഞാൻ എന്താ പറയുക ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടിട്ട് നിങ്ങൾ തമ്മിൽ ഒരു ഹായ് ഹലോ ഒക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു എന്താ പറയുക പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ ചിലപ്പോൾ ഒരു മെസ്സേജ് ഇട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നോ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നൊക്കെ നോക്കാൻ ചിലപ്പോൾ വരുമായിരിക്കാം.
ആ രീതിക്കാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ സ്റ്റാർ ആണ്, ഹോപ്പാണ്, അവരും ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് വരുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് പ്രതീക്ഷ വെക്കാം. തീർച്ചയായിട്ടും അവരൊരു ആക്ഷൻ എടുക്കുമെന്ന്. ആൻഡ് 10 of Cups നിങ്ങളെ ഒരു ഫാമിലി ആക്കാനായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അവർക്ക് നിങ്ങളെ വേണം ലൈഫിൽ എന്ന് തന്നെയാണ്. ഓക്കെ, അവര് ടെൻഷനാണ് ഇപ്പൊ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ബേർഡൻസ് ആയിരിക്കാം, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം, അതിന്റെ സ്റ്റക്ക് ആയിരിക്കാം. ഓക്കെ, പക്ഷെ ആക്ഷൻ എടുക്കുമെന്ന് കാണുന്നുണ്ട്, നിങ്ങളെ ചൂസ് ചെയ്യും. ഓക്കെ, എന്തായാലും ഒരു ആക്ഷൻ പ്രതീക്ഷിക്കാം. ഏസ് ഓഫ് സോർട്സ് കണ്ടുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എന്തായാലും പ്രതീക്ഷിക്കാം. ഫ്ലവേഴ്സ് കാർഡാണ്. ഓക്കെ, സോറി. ഓക്കെ, നമുക്ക് ഒറക്കിൾ മെസ്സേജസ് കൂടി നോക്കാം, എന്താണ് ഈ സിറ്റുവേഷൻ എന്താ പറയുന്നത്. ഇതെന്താ എപ്പോഴും തിരിഞ്ഞു പോണത്? പാസ്റ്റ് ലൈഫ്. ഓക്കെ, ആൻഡ് ക്രിയേറ്റിവിറ്റി, ദ സോഴ്സ്, അഡ്വെഞ്ചർ, ഫുൾ കാർഡ്, ഇന്നസെൻസ്, ദ ഡ്രീം, ആൻഡ് പാർട്ടിസിപ്പേഷൻ, ആൻഡ് ഇന്റൻസിറ്റി. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഈ ഇന്റൻസിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത് അവരുടെ ഭാഗത്തുനിന്ന്. ആ ഒരു ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ അത്രയും ഒരു സ്പീഡായിട്ടുള്ള മൂവ്മെന്റ് എന്ന് പറയാം. ഓക്കെ, ഇത് കണ്ടോ, ഇതിങ്ങനെ കണ്ടറിയാം നിങ്ങൾക്ക്. പെട്ടെന്ന് ഫാസ്റ്റ് മൂവിങ് ഒരു സാധനം വരുന്ന പോലെയാണ്. എനിക്കിതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അവർ പെട്ടെന്ന്, അവർക്ക് യെസ് പിണങ്ങി മാറി, അല്ലെങ്കിൽ പിണങ്ങിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് ഒരു അകൽച്ച വെക്കുന്നതായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അവർ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നുള്ള ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞു പേജ് ഓഫ് കപ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു, പ്ലേഫുൾനെസ്. അവർ ജസ്റ്റ് ഒരു മെസ്സേജ് ഒക്കെ ഇട്ട് ഹായ് ഹലോ ഒക്കെ പറഞ്ഞ് ചിലപ്പോൾ ചുമ്മാ ഒരു കളി തമാശ പോലെയൊക്കെ വരാനുള്ള സാധ്യതയാണ് ചിലവർക്ക്, എല്ലാവർക്കും അല്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, നിങ്ങൾ തമ്മിൽ അത്രയും ഡീപ്പ് കണക്ഷൻ ആണ്, അവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി, ഓക്കെ, ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊന്ന് നിങ്ങളും ഒന്ന് ആലോചിച്ച് ശരിക്കും മനസ്സിലാക്കുക. ആൻഡ് ദ സോഴ്സ്, ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളോട് പറയാനുള്ള എനിക്ക് അതാണ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത് കേൾക്കാം. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഗൈഡൻസ് കിട്ടും. ആൻഡ് അഡ്വെഞ്ചർ, ഫുൾ കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അവർ നിങ്ങളുമായിട്ടൊരു അഡ്വെഞ്ചർ ആഗ്രഹിക്കുന്നുണ്ട്. ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ ന്യൂ ബിഗിനിങ്, തുടക്കം, അതൊരു റിസ്ക് എടുത്തിട്ടുള്ള ഒരു ലൈഫ് ആയിരിക്കാം, അല്ലേ? റിസ്ക് എടുത്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ യെസ്, അവർക്ക് അത് വേണമെന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു അഡ്വെഞ്ചർ പോകാനുള്ള, ചിലപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകാനുള്ള സാധ്യതയാണ്. ഇൻ എ സെൻസ് അഗെയിൻ പേജ് ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. അവര് വളരെ എവിടെയോ ഹേർട്ടായ പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു നേരത്തെ. ഓക്കെ, നിങ്ങൾ പറഞ്ഞ വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും ഇടപെട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ ചില സിറ്റുവേഷൻസ് അവർക്ക് ഇപ്പോൾ ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ടാവാം. പക്ഷെ അവര് ഐ തിങ്ക് ഒരു ഇന്നസെൻസ് ഉണ്ട് അവരുടെ ഉള്ളിൽ. ഓക്കെ, ഒരു ഇന്നസെൻസിന് എന്താ പറയാ, പാവം എന്നല്ലല്ലോ, ഇന്നസെൻസിന് എന്താ പറയാ, ഷൂ കിട്ടുന്നില്ല കേട്ടോ, സോറി. ഓക്കെ, ഇവിടെ ഇന്നസെൻസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എനിക്ക് ഗൂഗിൾ ചെയ്യേണ്ടി വന്നു. നമ്മൾ കളങ്കമില്ലാത്ത എന്നൊക്കെ പറയും. ഓക്കെ, കളങ്കമില്ലാത്ത മനസ്സാണ് അവരുടെ എന്നാണ്. ഓക്കെ, പക്ഷെ അവർ കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇവർക്ക് എന്തൊക്കെയോ ദുരുദ്ദേശമുണ്ട്, അല്ലെങ്കിൽ ഇവർ ശരിയല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷെ എവിടെയോ ഓരോ മനസ്സിൽ അവർക്ക് അധികം കളങ്കമില്ലാത്തൊരു വ്യക്തിയാണ്. അതാണ് ഞാൻ പറഞ്ഞ പ്ലേഫുൾനെസ് നമ്മുടെ നേരത്തെ പറഞ്ഞിരുന്നു. അവർക്ക് തോന്നുന്നത് ആക്ച്വലി ഒരു കുട്ടികളുടെ നേച്ചർ എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഇപ്പോൾ തെറ്റ് ചെയ്തു എന്ന് ചിലപ്പോൾ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആക്ച്വലി ഇന്നസെന്റ് ആയിരിക്കാം. ഓക്കെ, അവർ നിരപരാധി ആയിരിക്കാം, അവർ ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ അവരോട് എന്തെങ്കിലും കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ നിരപരാധിയാണ് എന്നുള്ള ഒരു തരത്തിലായിരിക്കാം. എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്, എന്താണെന്നറിയില്ല. ഓക്കെ, എന്തായാലും ശരി, ഇവിടെ അങ്ങനെ ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. അവർ വളരെ ഇന്നസെന്റ് നേച്ചറും ആയിരിക്കാം, കുട്ടികളെ പോലെ എന്ന് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ടാണ് അവരിനിയും നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് വരുമ്പോൾ അവർ വളരെ ഒരു കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല എന്ന രീതിയിലൊക്കെ വരും. പക്ഷെ അത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുമായിരിക്കും, അല്ലേ? ഓക്കെ, സോ ദ ഡ്രീം, ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ഒന്നാവണം എന്നുള്ളതാണ് അവരുടെയും സ്വപ്നം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒന്നിച്ചുള്ളതാണ് അവരുടെയും സ്വപ്നം. തീർച്ചയായിട്ടും അത് നടക്കും, അവർ അതിനു വേണ്ടി ശ്രമിക്കും, ആക്ഷൻ എടുക്കും. പാർട്ടിസിപ്പേഷൻ, അവർ കൂടി ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട്, അതായത് ഇതുവരെ നിങ്ങളായിരുന്നു കൂടുതൽ എഫേർട്ട് ഇട്ടത് എന്നുണ്ടെങ്കിൽ അവരും കൂടി എഫേർട്ട് ഇട്ടിട്ട് ഈ റിലേഷൻഷിപ്പിനെ ബെറ്റർ ആക്കാൻ വേണ്ടത് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, സോ എനിവേ, അപ്പോൾ ആക്ച്വലി ഇവിടെ നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനും ആണിത്. സോ എന്തായാലും ഇത് നിങ്ങൾ തമ്മിൽ
വീണ്ടും ഒരു റിയൂണിയൻ എന്ന രീതിക്കും, അല്ലെങ്കിൽ റിയൂണിയൻ മീൻസ് സെപ്പറേഷൻ ആണെങ്കിൽ റിയൂണിയൻ ഉണ്ടാവും, അല്ലെങ്കിലും അവർ നിങ്ങളെ ലൈഫിലേക്ക് നിങ്ങളെ കൂട്ടാനും നിങ്ങളെ കൂടെ ഫാമിലി ആക്കാനോ ആ രീതിക്കൊക്കെ അവരൊരു അപ്രോച്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അവരൊരു ആക്ഷൻ എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ എന്തായാലും നല്ല റീഡിംഗ് ആയിരുന്നു. എല്ലാവരും ക്ലെയിം ചെയ്യാം. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.